നിങ്ങൾ ആള് കൊസറാക്കൊള്ളിയാണെങ്കിലും ഒരു ജിന്നൻ റൂഹാനി ഇങ്ങനെ കീശയിലെടുത്ത് നമുക്ക് ഇപ്പോഴാ വിശ്വാസമായത്. ഓള് മയ്യത്താവുമില്ലേ? മനുഷ്യന്മാരെ മയ്യത്താക്കുന്ന പണിയൊന്നും നമ്മളെ കൈമില്ല. എന്നാലും നിങ്ങൾ മൊട്ടയമ്മ പഠിച്ച പണിയോണ്ട് പള്ളക്കിട്ട കൊണ്ടത് പിയാപ്പിള കാലെടുത്ത് മണിയറയിലേക്ക് വെച്ചതും പെണ്ണ് ബോധം കെട്ട് പൊത്തോന്ന് കിടക്കുന്നതായോ? പോന്നത് വേണം. ഓൻ നമ്മളോട് കാണിച്ച ചതി നിങ്ങൾക്ക് അറിയോ? അതിന് മൊയ്തുട്ടീനെ മാത്രമായിട്ട് കുറ്റം പറയാൻ കഴിയൂല. നിങ്ങളെ കയ്യിലും ഇല്ലേ കുറ്റം? ബിരിയാണിക്ക് ഇച്ചിരി എരി കൂടിയെന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് മൈമുനാനെ മൊയ്യല്ലാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? അയ്യോ, ഇത്രയും ചെറിയ കാര്യത്തിന് ഭാര്യ ആരെങ്കിലും ഉപേക്ഷിക്കുമോ? അങ്ങനെ ചോദിക്കുന്നായരെ, ബിരിയാണിയാണോ ബീബിയാണോ മനുഷ്യന്മാർക്ക് വലുതെന്ന് ചോദിക്കും. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. ഓ കഷ്ടം, നിങ്ങൾക്ക് വീണ്ടും കെട്ടായിരുന്നില്ലേ? നിങ്ങൾ ഹിന്ദു അല്ലേ നായരെ? നമ്മുടെ സമുദായത്തിന്റെ ആചാരങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ജാതിയിൽ ഒരാൾ തലാക്ക് ചൊല്ലി പെണ്ണിനെ ഒഴിവാക്കിയാൽ ആ പെണ്ണിനെ അവന് വീണ്ടും കെട്ടണമെങ്കിൽ വേറൊരുത്തം കെട്ടി മൊയ്യണം. അതിന് നമ്മള് എടക്കെട്ടെന്ന് പറയും. അങ്ങനെ കലന്തരാജിയെ എടക്കെട്ട് കെട്ടി സഹായിക്കാൻ വന്ന മൂപ്പരെ ചങ്ങായിയായിരുന്നു മൊയ്തുട്ടിയാച്ചി. മൈമൂനാനെ കെട്ടിയിട്ട് മൊയ് ചൊല്ലിക്കൊള്ളാന്ന് മൊയ്തുട്ടി ഇവനോട് പറഞ്ഞു. അങ്ങനെ കെട്ട് കഴിഞ്ഞ് മൈമൂനാന്റെ മൊഞ്ച് കണ്ടപ്പോ ഓന്റെ കണ്ണ് മഞ്ഞളിച്ച് ഓളെ ഓൻ വിട്ടുകൊടുക്കൂലെന്നും പറഞ്ഞു. വല്ലാത്ത ചതിയാണ് ആ ഹിമാറ് നമ്മളോട് ചെയ്തത്. മൈമൂനയ്ക്ക് മൊയ്തൂട്ടിയെ ഇഷ്ടമല്ല എന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മുടെ സമുദായത്തിലെ ഒരു പെണ്ണിനെ ഓളെ കെട്ടിയോൻ ഷാഹിദുകളെ മുമ്പിൽ നിർത്തി 1-ാം തലാക്ക് 2-ാം തലാക്ക് 3-ാം തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞ് മൊയ്യല്ലാണ്ട് ഇറങ്ങി പോരാൻ പറ്റൂല. ആഹാ, പടച്ചോൻ നിരക്കാത്ത കാര്യാവില്ലേ അത്? അപ്പൊ അതിന് നിങ്ങൾക്ക് മൈമൂനെ കിട്ടൂല? കിട്ടും. പടച്ചോൻ അതിനൊരു ബൈ കാണിക്കും. ഇരുന്തലക്കാട് നമ്മള് രാത്രിയിൽ തന്നെ അന്വേഷിച്ചിരുന്നു. നിങ്ങൾ പുരയിലില്ലാന്ന് പറഞ്ഞു. ഇന്നലെ ഇളം ബ്ലാക്കാട്ട് ഒരു സുദർശന ഹോമം ഉണ്ടായിരുന്നു. കേമായി ആകപ്പാടെ കുഴപ്പമായി പോയി സംഭവിച്ച. ആമിന മണിയറയിൽ ബോധം കെട്ട് വീണ്. വൈദ്യരെ കാണിച്ചില്ലേ? കാണിച്ചു. ദിവസവും ഒരു നേരം വെച്ച് 3 ദിവസം തലക്ക് തളം വെക്കാൻ പറഞ്ഞു. തളവും കുളവും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊന്ന് നിരത്തി നോക്കി, കണ്ടു ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തിരിക്കണു. അല്ലോ, മുട്ടയില. ആ ചെയ്തത് ആരായിരിക്കും നമ്പൂരിശ? നിങ്ങളുടെ ചങ്ങാതിയെ കലന്തനാവാനേ വഴിയുള്ളൂ. പേടിക്കാനൊന്നുമില്ല. വൈദ്യരുടെ ചികിത്സ മുറക്കി നടന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും ഞാനെല്ലാം ഒന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോ ഞമ്മക്ക് ഇനി എപ്പാ മണിയറയിലേക്ക് ഒന്ന് കേറാൻ പറ്റേ? 3 ദിവസം കഴിയട്ടെ. അവറ്റകളോട് മാറിപ്പോൻ പറയാ. മാറിപ്പോ, പെണ്ണുങ്ങളെ തമ്മിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. ഇല്ലത്തെ അടിച്ചുകളിക്കും അടുക്കളയിലൊക്കെ ആണുങ്ങളെ നിർത്തിയിരിക്ക. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? പോയോ? പോയി. പോവാം. ധൈര്യമായിട്ടിരിക്ക. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു ചെറിയ ഹോമത്തിന് ചെലവുണ്ടാവും. ഇല്ലത്തേക്ക് കൊടുത്തയക്കുക. കായിന്റെ കാര്യമൊക്കെ ചാപ്പണ്ണിയാരോട് പറഞ്ഞാൽ മതി. ചാപ്പണ്ണിയാരേ. ഓ, കേട്ടു. നിങ്ങൾ കേൾക്കണതൊക്കെ ശരി തന്നെയാണ്. നേർച്ച കോയിനത്തുനിന്ന് വയറ് വീർത്ത് ചത്ത അദ്രുമാന്റെ മോൻ ഖാലിദ് മൂക്കറ്റ കടത്തിലായിരുന്നു. ഇരുന്തലക്കാട് ഒരു മുത്തുമാല പൂശിച്ചു എന്റെ കഴുത്തിലിട്ട് കൊടുത്ത് 3ന്റെ അന്ന് 10 ലക്ഷത്തിന്റെ ഷോർട്ട് എന്റെ കീശയിൽ വീടില്ലേ. നമ്മൾ ഉമ്മാന്റെ വലിയൊരു പൂതിയായിരുന്നു ഒരു ആനക്ക് പാപ്പാന്റെ പേരിടണമെന്നോ. വേണ്ടാന്ന് ഇരുന്തലക്കാടൻ പറഞ്ഞതാ. അത് കേക്കാണ്ട് കൊണ്ടോട്ടി മൂസേന്റെ അടുത്ത് വാങ്ങിയ ആനേനെ കരീം സേട്ടേന്ന് വിളിച്ച് 3ന്റെ അന്ന് ആന മയ്യത്തായി. ഓര് പറയുന്നത് ചെയ്യണോണ്ട് ഞമ്മക്ക് ഇതുവരെ നല്ലതല്ലാണ്ട് വെടക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആമിനയില് ഞമ്മക്കുണ്ടാവാൻ പോണ പകേ ഈ ദുനിയാവില് വലിയൊരു പരമാണിയാവുന്ന ഇരുന്തലക്കാട് പറയുന്നത്. ഇതിലും വലിയ കുതിര വണ്ടി. പോടാ പോടാ, കൂടു കൂടു, വാടാ ഇങ്ങോട്ട്. എന്താ സാപ്പുണ്ണിയാരെ ഈ പാതിരായ്ക്ക്? ചൊവ്വാഴ്ച വെള്ളിയാഴ്ച മനുഷ്യന്മാരാരെങ്കിലും ഇറങ്ങി നടക്കും. ഈ നേരത്ത് വെള്ളാട്ടപ്പോക്കർ ഇറങ്ങണ നേരാ. ഞാൻ കണ്ടു വെള്ളാട്ടപ്പോക്കറിന്റെ പ്രേതത്തെ. എവിടെ? വഴി പിരിയുന്നിടത്ത് ഓടി വാഴക്കടവത്ത് കുപ്പറ എടുക്കാൻ പോയതായിരുന്നു. തോന്നി മടങ്ങിപ്പോ വൈകി. എന്നാ അങ്ങക്ക് ആ കടവത്ത് മമ്മദ് ഖാന്റെ പഞ്ചിപ്പുരയിലാറ്റോ കിടന്നുകൂടായിരുന്നാ? നിങ്ങളുടെ നസീബോണ്ട് കഴിച്ചലായതാ. എത്ര ആളാ പോക്കരെ കണ്ട് ചത്തിരിക്കണത്. ഇനി വെളുത്തിട്ട് പോയാ മതി. വെളുക്കണ വരയ്ക്കും പോക്കർ അലിഞ്ഞു നടക്കും. പോരേന്റെ ചാർത്തിൽ കിടക്കാം. ഇങ്ങോട്ട് കേറൂല. ആ ഇരുന്തലക്കാടൻ നമ്പൂരിച്ചൻ പടിക്കൽ ഈ ആന അടിച്ച പിന്നെ പോക്കർ ഈ വഴി വന്നിട്ടില്ല. നിങ്ങൾ വരീന്ന്.
തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ 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 പൊങ്ങട്ടെ എന്ത് പൊങ്ങാനാ നിക്കാ എന്റെ തൊള്ളയിൽ എന്റെ മാക്കർ കയറിയിരിക്കണ 3 കുറ്റി പുട്ടും കൈത്തണ്ടന്റെ വലിപ്പമുള്ള അരക്കൊല പയോ ഒരു ചെമ്പ് ചായന്റെ വെള്ളം കുടിച്ചിട്ട് 1/2 മണിക്കൂർ ആയില്ലല്ല അപ്പോഴേക്ക് എന്റെ നാക്ക് കൊഴിഞ്ഞു പോയാ വിട്ടൂലേ അമ്മായിയുടെ മൈകണ എന്റെ വെച്ചാ ഇങ്ങനെ വെറുതെ കൈത്തിരിച്ചാ മാത്രം പോരാ തൊള്ള നല്ലോണം തുറക്ക് ഈ നാട് മുഴുവനും കേൾക്കണം ഇക്ക ഇങ്ങനെ നാട്ടിൽ മരക്കച്ചവടത്തിന് വന്നതാ അല്ലെ നമ്മുടെ കച്ചവടം നിൽക്കാൻ വന്നതാ നമ്മൾ ഈ നാട്ടിൽ പുതിയ ആൾക്കാരാണ് അന്റെ തൊള്ളേന്റെ ബലത്തിൽ വേണം നമ്മുടെ ബിസിനസ് തയ്ച്ച് വളരാൻ ആ വെളിപൊങ്ങട്ട് തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ ഇവിടെ തെങ്ങ് കവുങ്ങ് മാവ് വിൽക്കാണ്ട ഈ തോപ്പ് മൊയ്തൂട്ടി ആജിന്റെ മോനെ നിങ്ങൾ ഓരോട് പോയി ചോദിക്കും തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ മുപ്പരെ ഇവിടെ ഈ തല പോയ തെങ്ങ് വല്ലതും വിൽക്കാണ്ട ഇവിടുന്ന ഇച്ചിരി ദൂരത്തുനിന്ന മരക്കച്ചവടത്തിന് ഇറങ്ങിയതാ ഞാൻ വേഗം നിർത്തി വിട്ടോളൂ ആചാര്യന്റെ തോപ്പിൽ തലയില്ലാത്ത തെങ്ങ് നോക്കുന്ന തന്റെ ഒന്നും തല കാണില്ല ആ വേഗം സ്ഥലം വിട്ടോളൂ. ഹാജിയാർ അതെ ഹാജിയാര് അല്ല മൂപ്പര് ഏത് ഹാജിയാര മൊയ്തുട്ടി ഹാജി. തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ എന്തിനും തൊള്ള കയറുന്നത് തൊയ്ത്തിൽ പയ്യനെ പഠിപ്പിക്കാനാ നമ്മള് കുറെ ദൂരത്തുനിന്ന് പറഞ്ഞ മരക്കച്ചവടക്കാരാണേ അപ്പൊ നല്ല തൊള്ളയെടുത്ത് വിളിച്ചാലല്ലേ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കൂ അതുകൊണ്ടാ ഈ തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ മതിയെന്ന് തെങ്ങും മാവും കവുങ്ങും ഒക്കെ പോരാന്റെ പിന്നാമ്പറത്തുണ്ട് ചെന്ന് നോക്ക്. ശരി സഹോദരി ഇവിടെ ഇരിക്കെ വെള്ളം ചൂടായിട്ട് വിളിക്കാം. ഹസീന കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോ ഈ കണ്ണാളെ കണ്ണില് മിന്നായം കൽവില് പൊയമീൻ തുള്ളാട്ടം മുഞ്ചിത് കണ്ടു കണ്ടോ മുസറുത് കണ്ടു കണ്ടോ ആരിവളെന്ന് പറയൂ നീ ആരണ്ടയ്യ് ഞമ്മളെ പോരേന്റെ പിന്നാമ്പുറത്ത് അനക്കെന്താടാ പണി മരങ്ങൾ വിൽക്കാനുണ്ടോ ഞമ്മളെ പൊരയിലെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്ക ഇങ്ങക്ക് എങ്ങനെ ധൈര്യം വന്ന് നമ്മൾ ആരാന്നറിയാ മൊയ്തൂട്ടിയാജി കോലറക്കല് മൊയ്തൂട്ടിയാജി ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഈച്ച അനങ്ങൂല ഒരു കാക്ക പറക്കൂല അങ്ങനെയുള്ള നമ്മളെടുത്ത് അറാമ്പറപ്പ് കാണിക്കുക ഇതാണ് മൊയ്തൂട്ടി ഹാജി ഭയന്നെല്ലാം പെരുത്ത് കേട്ട് ഇങ്ങടെ പേര് അറിഞ്ഞോണ്ടൊരു ഹറാമ്പറപ്പും നമ്മൾ കാട്ടിയിട്ടില്ല മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കുന്ന വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരേ ഔത്താണോടാ മാവ് എറയമേലൊരു ഓട് പൊട്ടിയിരുന്ന് അതിന്റെ ഇടയിലൂടെയാണ് മാവ് കണ്ടത് അതിന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട ഈ നാട്ടിൽ മരക്കച്ചവടം ചെയ്യാം പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല അതിനിവിടെ ഞമ്മളുണ്ട് മരക്കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത മരങ്ങള് ഞമ്മക്ക് വേണ്ടാത്ത മരങ്ങളൊന്നും ഈ നാട്ടിലില്ല തല പോയ തെങ്ങ മറ്റ തലയല്ല ബാല് പോയ തെങ്ങായാലും ഞമ്മക്ക് വേണം ഈ കച്ചവടം ഈ നാട്ടിൽ നടക്കൂല വെക്കോ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് വെക്കോ